നമസ്കാരം. സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കാനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റ് വഴി വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നുവെന്ന വിജിലൻസ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആലോചന. GST വകുപ്പുമായി സഹകരിച്ചുകൊണ്ടുള്ള പുതിയ പരിശോധനയ്ക്കുള്ള ശുപാർശ ഗതാഗത കമ്മീഷണർ സർക്കാരിന് സമർപ്പിക്കും. GST നടപ്പാക്കിയതോടെ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നേരത്തെയുണ്ടായിരുന്നു. എന്നാൽ രാജ്യത്ത് ചുരുക്കം ചില സംസ്ഥാനങ്ങളാണ് ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കിയത്. കേരളത്തിൽ GST വകുപ്പാണ് ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ 20 ചെക്ക് പോസ്റ്റുകളും ഇപ്പോഴും തുടരുകയാണ്. ഓൺലൈൻ വഴി ടാക്സ് പെർമിറ്റ് അടച്ച് പ്രവേശിച്ചാലും വാഹന ഡ്രൈവർമാർ രേഖകൾ പ്രിന്റ് ഔട്ട് എടുത്ത് ചെക്ക് പോസ്റ്റുകളിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കണമെന്ന് 2021 ജൂൺ 16 ഉത്തരവിറക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ചെക്ക് പോസ്റ്റുകൾ അവസാനിപ്പിക്കാതെ നേരിട്ടുള്ള പരിശോധന തുടരുന്നത്. ഈ ഉത്തരവ് ചെക്ക് പോസ്റ്റിലെ കൈക്കൂലിക്ക് ഇപ്പോഴും കാരണമാകുന്നുവെന്ന ആക്ഷേപവുമുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കൈക്കൂലിയാണ് പിടികൂടിയത്. ചെക്ക് പോസ്റ്റ് മാറ്റുന്നതിനായി ആന്റണി രാജു ഗതാഗത മന്ത്രിയെ തുടങ്ങുമ്പോഴേ ചർച്ചകൾ തുടങ്ങിയെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള എതിർപ്പിനെ തുടർന്ന് മാറ്റുകയായിരുന്നു. എന്നാൽ വകുപ്പിന് തന്നെ നാണക്കേടായി കൈക്കൂലി തുടരുന്ന സാഹചര്യത്തിലാണ് ചെക്ക് പോസ്റ്റുകൾ മാറ്റുന്നത്. എല്ലാ ചെക്ക് പോസ്റ്റുകളിലും AI ക്യാമറകളുണ്ട്. ഈ ക്യാമറകൾ വഴി എല്ലാ വാഹനങ്ങളുടെ നമ്പറുകൾ മോട്ടോർ വാഹന വകുപ്പിനും ലഭിക്കാത്ത രീതിയിൽ മൊഡ്യൂൾ ക്രമീകരിക്കും. പരിവാഹന വഴി ഇതിനുള്ള സൗകര്യം ഒരുക്കാനുള്ള ശുപാർശയാണ് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കുന്നത്. വാഹന നമ്പറുകൾ അനുസരിച്ച് ഓൺലൈൻ പരിശോധന നടത്തിയാൽ നികുതി അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ സാധിക്കും. നികുതി അടയ്ക്കാത്ത വാഹനങ്ങളെ വഴിയിൽ തടഞ്ഞ് പരിശോധന നടത്താനും നികുതി ഇല്ലെങ്കിൽ പിഴ വാങ്ങാനുമുള്ള രീതിയിൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാനാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇന്ത്യയിൽ ചുരുക്കം ചില സംസ്ഥാനങ്ങളാണ് ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കിയത്. കൂടാതെ കേരളത്തിൽ GST വകുപ്പാണ് ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കാനുള്ള തീരുമാനമെടുത്തത്. മോട്ടോർ വാഹന വകുപ്പിന്റെ 20 ചെക്ക് പോസ്റ്റുകളും ഇപ്പോഴും പ്രവർത്തിക്കുകയാണ്. മുമ്പ് ടാക്സ് ഒടുക്കുന്നതും പെർമിറ്റ് നൽകുന്നതും അടക്കമുള്ള കാര്യങ്ങളാണ് ചെക്ക് പോസ്റ്റിൽ നടന്നിരുന്നത്. നിർദ്ദേശ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഗതാഗത വകുപ്പിന് ഉടൻ കൈമാറും. പിന്നീട് ഗതാഗത വകുപ്പ് സർക്കാരിലേക്ക് നിർദ്ദേശം അയക്കും. സർക്കാരാണ് ഇതിന് അന്തിമ തീരുമാനം എടുക്കുന്നത്. നിയമലംഘനവും പിഴയും തത്സമയം അറിയാനുള്ള സംവിധാനവുമായി കഴിഞ്ഞ ദിവസമായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് എത്തിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ വാഹനങ്ങളിൽ പിറകിലായി ഒരു സ്ക്രീന് ഘടിപ്പിക്കും. നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾക്ക് മുന്നിൽ ചെന്ന് പിഴയും നിയമലംഘനവും അറിയിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾക്ക് മുന്നിലെത്തുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിലെ സ്ക്രീനിൽ വിവരങ്ങൾ എഴുതി കാണിക്കും. 6 ഭാഷകളിലാണ് എഴുതി കാണിക്കുക. പുതിയ സംവിധാനം നടപ്പിലാക്കാൻ ക്രമീകരണങ്ങൾ നടക്കുന്നുവെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. മോട്ടോർ വാഹന വകുപ്പിലേക്ക് പുതുതായി വാങ്ങുന്ന വണ്ടികളിൽ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. പെറ്റിയടിച്ചത് അപ്പോൾ തന്നെ അറിയുമ്പോൾ വണ്ടി ഓടിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു.